നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. നിലവിലെ മാനദണ്ഡങ്ങൾ ഇതിന് അനുവദിക്കില്ലെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ കത്തിൽ. SDRF ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിലൊന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും നൽകേണ്ടതെന്നുമാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. പ്രധാനമന്ത്രി അടക്കം സന്ദർശനം നടത്തിയതാണ്. കേരളം 1500 കോടിയോളം രൂപ പ്രതീക്ഷിച്ച് കേന്ദ്രത്തിന് എല്ലാ കത്തും മറ്റ് ഇടപാടുകളും എല്ലാം നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ വളരെ വൈകി ഇപ്പോൾ പറയുന്നു അങ്ങനെ കേരളത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഉള്ള തുകയെടുത്ത് ചെലവഴിച്ചാൽ മതി, ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകാനോ കഴിയില്ല എന്നുള്ളത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇത് കേരളത്തോടുള്ള അവഗണനയാണോ എന്ന് ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്തു നിന്നും ശ്രീ ജയകുമാറാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ജയകുമാർ, കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തതാണ്. പ്രധാനമന്ത്രി അടക്കം ചൂരൽമല സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതാണ്. നമുക്കൊപ്പം ഉണ്ടാവും എന്നെല്ലാം വാക്കു തന്നിട്ട് പോയതാണ്. ഇപ്പോൾ വയനാട് തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ പറയുന്നു അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല, കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകമായി ഒരു പണവും നൽകാനാവില്ല, നിങ്ങളുടെ കയ്യിലുള്ള പണമെടുത്ത് നിങ്ങൾ ചിലവഴിച്ചോളൂ എന്ന്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാല് അവിടെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട കുറെ പാവങ്ങളുണ്ട്. അവർക്ക് അർഹമായ ഒരു തുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് ആളുകളെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കാനാണ് നല്ലത്. ഒരു പൈസയും തരാൻ പറ്റില്ലെന്ന് പറയുന്നവരോട് പിന്നെ നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ കൊടുക്കാനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? സാറേ, അത് എന്താണ് നമ്മളിവിടെ കേട്ടോണ്ടിരിക്കുകയല്ലേ? അവർ ഒരു ഡെഡ് ബോഡി അടക്കാൻ ചെയ്യാനായിട്ട് ഒരു ഡെഡ് ബോഡി അടക്കാനും 75,000 രൂപയൊന്നും ആയിട്ടില്ല. അത് അത്തരം കണക്കല്ല അതിനകത്ത് വന്നത്. നിങ്ങളെല്ലാം അത് എത്രയോ തവണ വാർത്തകൾ വന്നതാണ്. ഇവര് കൊടുത്തതല്ലേ? ഇവർ കൊടുത്തതല്ല. അവിടുത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായിക്കുന്നു. കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനില്ലേ? നമ്മുടെ ടാക്സ് കൂടിയല്ലേ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഉണ്ട്. അവർ ഒറിജിനൽ കണക്ക് കൊടുക്കാനല്ലേ പറയുന്നത്? ഒറിജിനൽ കണക്ക് കൊടുക്കാനല്ല, തരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. അതെ, എന്തെങ്കിലും കൊടുക്കണം, പക്ഷെ കേരള സർക്കാരിനെ കൊടുക്കണമെന്നൊരു താല്പര്യം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും ചേരുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ സഹായം ചെയ്യാറുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു നാട്ടിൽ ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രത്തോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നും എത്ര പേരുടെ കിടപ്പാടവും അവരുടെ ജീവിതവുമാണ് നഷ്ടപ്പെട്ടതെന്നും ഒക്കെ അറിയണം. പക്ഷേ ഒരു സഹായം ചെയ്യാൻ കഴിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമെടുത്ത് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത് പറയുമ്പോ കേന്ദ്രം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തെ അവരെ എഴുതി തള്ളിയത് പോലെയാണ്. കാരണം കേരളം ഒരു കാലത്തും നമുക്ക് പച്ചപിടിക്കുന്ന സംസ്ഥാനമല്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ നമ്മള് സഹായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവമാണ് അങ്ങനെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ തമിഴ്നാടിനെ കണ്ടുപിടിക്കണം കിരൺ. തമിഴ്നാട്ടിൽ ഒരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് അവർ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ ജനങ്ങൾ എങ്ങനെയാ കാണിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ പാർട്ടിക്കാരെങ്ങനെയാ കാണിക്കുന്നത്? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാത്തതുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നും ഈ പണം കിട്ടുന്നതിനെ എതിർക്കുകയൊന്നും ചെയ്തില്ലല്ലോ. എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല ആവശ്യം ഉന്നയിച്ചത്. അത് പോരാ, ഒരു സ്തംഭനാവസ്ഥ തന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥ തമിഴ്നാടിനാണെങ്കിൽ അംഗീകരിക്കുന്നത് കരുതുന്നത്. തമിഴ്നാടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് നടന്നില്ലെങ്കിൽ തമിഴ്നാട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? കുറെ കൂടി രൂക്ഷമായി പ്രതികരിക്കുന്ന ജനതയാണ് അവിടെ. അങ്ങനെ പ്രതികരണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ പക്ഷെ അതിന് ആ ഐക്യത ഇല്ല. ഇപ്പോഴും പറയുന്നത് എന്താ, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് രണ്ടു കൂട്ടരും പറയുകയാണ്. ഞങ്ങൾ അപ്പൊ ഇലക്ഷൻ കൂടെ ആയതോടെ ഇപ്പൊ പാലക്കാട് നടക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ഞങ്ങൾ ചെയ്യും, അവരെ കൂട്ടുകയല്ല, ഞങ്ങൾ ചെയ്യുന്ന ഇവരെ കൂട്ടുകയല്ല എന്നിങ്ങനെ പറയും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സ്കറിയാണ് ചേരുന്നത് ചെറുപുഴയിൽ നിന്നും. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ സ്ഥിരം വിളിക്കുന്ന ആളാണ്. ശരി, എനിക്കിതിനകത്ത് പറയാനുള്ള ഈ പാവങ്ങളെ കണ്ണീർ തരച്ച് നമ്മളെല്ലാം കണ്ടതല്ലേ? ഹലോ, അതെ, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. നമ്മൾ ഈ ഇതെല്ലാം സ്ഥിരമായി കാണുക എല്ലാം ചെയ്തതല്ലേ? എത്രയോ മനുഷ്യർ പോയി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ നശിച്ചു. എന്നിട്ട് ആ ഗ്രാമീണ ബാങ്ക് കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പ്രധാനമന്ത്രി
ഇവിടെ വന്നിട്ട് ഒരു ദിവസം മുഴുവൻ അവിടുത്തെ ആ സാഹചര്യങ്ങൾ മുഴുവൻ മുടക്കി അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് പുള്ളി ഫോട്ടോ എടുക്കുന്ന പരിപാടി കാണുന്നു പോകുന്നു. പുള്ളിക്ക് കണ്ണില്ലേ? പുള്ളിക്ക് മനസ്സില്ലേ? പുള്ളി പറയുന്നു എനിക്ക് മനസ്സുണ്ടോ, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങനെയാക്കുന്നു. അവിടുത്തെ പാവങ്ങളെ സഹായിക്കണ്ട, അതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല. ഈ കേന്ദ്രം അങ്ങനെയാണ് എന്തിനാ അവിടെ ഒരു അതോറിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതോറിറ്റിയിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന പൈസ പോരെ ഈ പാവം കൊടുക്കാൻ? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉമേഷാണ് പാലയിൽ നിന്നും. ശ്രീ ഉമേഷ്, കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ സഹായം ഉണ്ടാവും ആ പ്രദേശത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു പണവുമില്ല, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമെടുത്ത് ചെയ്തോളൂ എന്നാണ് കേന്ദ്രം പറഞ്ഞ്. അക്ഷരാർത്ഥത്തിൽ കൈമലർത്തുകയാണ് കേന്ദ്രം. സാറേ, തികച്ചും സത്യമായ കാര്യമാണ് സാറ് പറയുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം അറിയാലോ, കിരണ സാറുമായിട്ടും അതുപോലെ മറ്റേ സാറുമായിട്ടും ദീപുമായിട്ടും കൊല്ലം വിളിച്ച രാജുമായിട്ടും എല്ലാം രാജനൊക്കെ ആയിട്ട് ഞാൻ കൊമ്പ് കോർക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം BJPക്ക് വേണ്ടി പിന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടി ഞാൻ കൊമ്പ് കോർത്തിട്ട് നമ്മൾ തമ്മിൽ കൊടുക്കണം. പക്ഷേ ഇത് തികച്ചും വൃത്തികെട്ട തെണ്ടിത്തരമായ കാര്യം സാറെ കാണിക്കുന്നത്. നമ്മളെ കൈവിട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഈ കേരളത്തിലെ ഒരു ജില്ലയിലെ അത്രയും പേരും. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ₹1 പോലും മേടിച്ചു കൊടുക്കാൻ ഒക്കാത്ത ഈ സുരേന്ദ്രനും ഈ കുമ്മനം രാജശേഖരനും ഇവിടെ നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരല്ലേ ഇവന്മാർ ഈ തെക്ക് വടക്ക് കിടക്കുന്ന ചൊറിയും കുത്തി നടന്ന പോലെ കാശ് മേടിച്ചു കൊടുക്കണ്ട. നമുക്ക് അത് ആവശ്യമുള്ളല്ലോ, നമ്മുടെ അവകാശമല്ലേ നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റ് ഔദാര്യമൊന്നുമല്ല. ഞാൻ BJPക്ക് വേണ്ടി അകോത്ത ഇത് നമ്മളെല്ലായിട്ട് കൊടുക്കും, പല പ്രാവശ്യം കൊടുക്കണോ, സാറുമായിട്ട് കൊടുക്കണം. പക്ഷെ ഇത് തികച്ചും തെറ്റായ നടപടിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവകാശപ്പെട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനാൽ ഇത്രയും പേര് കൈവിട്ട് ഇവിടെ ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോകുമ്പോൾ ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് ചേർത്ത് പിടിച്ച് പോകുമ്പോൾ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഇരുന്ന. പക്ഷെ ഇത് വളരെ തെറ്റാണ്. ഈ BJPക്കാർ ഇവിടുത്തെ നേതാക്കന്മാരും കൂടെ കൂടി സാറ് പറഞ്ഞു തീർന്നോട്ടെ, മേടിച്ചു കൊടുത്തില്ലേ സാറേ 20% എന്നുള്ള ഈ വന്നത് അതേപോലെ 0 ആക്കാൻ ഈ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം. അത് ഓർത്താൽ നന്നാ. കാരണം ഞാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ പൊതുവേദിയിൽ എനിക്കറിയാം സ്ഥിരമായി താങ്കൾ നരേന്ദ്രമോദിക്ക് വേണ്ടി BJPക്ക് വേണ്ടിയും ഒക്കെ ശക്തമായി വാദിക്കുന്ന ആളാണ്. ഒരു നടപടി ഇത് ഇങ്ങനെ പോയാണ്ടല്ലോ BJP ഇവിടെ 0 ആയി പോകും. അതിനകത്ത് യാതൊരു മാറ്റവും. ഓക്കെ, താങ്കളുടെ വികാരം മനസ്സിലാവുന്നു. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ പ്രദീപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, കേരളമടക്കം വലിയ പ്രതീക്ഷയായിരുന്നു. കേന്ദ്രത്തിൽ സഹായം 1500 കോടിയൊന്നും തന്നില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും തരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്ക് പണമേ ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം കിരൺ, ഒരു ടോർച്ചിന്റെ വില 15,000 രൂപ, ഒരു ഡെഡ് ബോഡി അടക്കാൻ വേണ്ടി. അത് ശ്രീ പ്രദീപ്, താങ്കൾ അതിനുശേഷം വന്ന വാർത്തകളെല്ലാം കണ്ടു കാണും. അങ്ങനെ പണം ചെലവഴിച്ചതായിട്ട് എവിടെയും കേരളം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് താങ്കൾ അതിനുശേഷം വന്ന വാർത്തകളെല്ലാം എത്രയോ തവണ എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ വാർത്ത കൊടുത്തതാണത്. കിരൺ, മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്, ഈ അത്യാഗ്രഹിക്കുള്ളത് കൂടെ പോകുന്നു. അതല്ലല്ലോ, കേന്ദ്രം പണം തരാൻ ഇന്ന കാരണം കൊണ്ടാണ് പണം തരാത്തതെന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പണം എടുത്ത് ചെലവഴിച്ചോളാനല്ലേ പറയുന്നത്. അല്ല, ഒരു കാര്യം, അത് അവിടെ നിന്നോട്ടെ. ഇപ്പൊ എന്തായാലും ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ് അതല്ലല്ലോ വിഷയം. ഇപ്പോൾ പണം തരുന്നോ ഇല്ലയോ എന്നുള്ള, പണം തരേണ്ട ഒരു ബാധ്യത കേന്ദ്ര സർക്കാർ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, 1200 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ തന്നെ ഏതാണ്ട് 850 കോടി പ്ലസ് പുറത്തറിയിക്കാത്ത ക്യാഷ് വന്നിട്ടുള്ളതായിട്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രദീപ്, അതൊന്നുമല്ല ചോദ്യം. ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടായാൽ ആ സംസ്ഥാനത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് ഉണ്ടോ ഇല്ലയോ? അല്ല, ഒരു സംസ്ഥാനത്തിന് വലിയൊരു ദുരന്തം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്രത്തിനുണ്ട്. എന്താണ് അവർ ചെയ്യാത്തത്? അവരെന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇവിടെ കൊടുത്ത പല സംഭവങ്ങളിലും കേരളത്തിൽ കൊടുത്ത ഒരു പണവും എങ്ങും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആ ഫണ്ട് ചെലവഴിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. കേന്ദ്ര സർക്കാർ തന്നെയാണ് അവരുടെ പദ്ധതികൾ നന്നായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞ് കേരളത്തിൽ വിളിച്ചൊരു കാര്യം ചോദിക്കുന്നു കിരണിനോട്. ഓഹി ദുരന്തത്തില് 7 പേർക്ക് തിരുവനന്തപുരം ജില്ലയില്, അതായത് വിഴിഞ്ഞ്, പഴയ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. ഈ പറയുന്ന വയനാട് ദുരന്തത്തിൽ നിങ്ങൾ പണം നൽകാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നേരത്തെ നൽകിയ പണം ചെലവഴിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ പണം നൽകുന്നില്ല എന്ന് പറയണം. ഇപ്പോൾ അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ കത്തിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കിരൺ, സാധാരണ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കേരളത്തിന് പണം നൽകാത്തതിനെ താങ്കൾ അതിലെന്തെങ്കിലും സന്തോഷം കാണുന്നുണ്ടോ? അല്ല, ഞാൻ സന്തോഷമൊന്നും കാണുന്നില്ല. കാരണം ആ ദുരിതബാധിതരായ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം അവർക്ക് അർഹതപ്പെട്ട പണമല്ലേ, അല്ലാതെ ഇവരോട് യാചിക്കല്ലോ. നമുക്ക് ഭിക്ഷയായി തരേണ്ടതോ അല്ലെങ്കിൽ അവരേതെങ്കിലും ഔദാര്യത്തിന് തരേണ്ടതോ അല്ലല്ലോ. കേന്ദ്രത്തിന് തരാൻ ബാധ്യതയും ഉത്തരവാദിത്തമുള്ള പണമല്ലേ. നമ്മുടെ ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടുപോയ പണമടക്കമില്ലേ? ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യണം കിരൺ, നിങ്ങളുടെ ന്യൂസ് 18 എനിക്ക് ഏതാണ്ട് 18ഓളം സ്റ്റേറ്റിലും ഉണ്ട്. നിങ്ങളുടെ ഹെഡ് ഓഫീസുമായിട്ട് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. ഞങ്ങളല്ല സെന്ററുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ട ഉത്തരവാദിത്തം. ഞങ്ങൾ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത നൽകുക എന്ന ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. അത് മതി, നന്നായിട്ട് ചെയ്താൽ മതി. കിരൺ, മുൻകാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് ആദ്യം ഒന്നും കൂടെ. ശരി, ഓക്കെ. താങ്കൾക്ക് ഇപ്പോഴും താങ്കളുടെ അന്ധമായ ന്യായീകരണത്തിൽ നിൽക്കുകയാണ്. അതിൽ താങ്കൾക്ക് അങ്ങനെ നിൽക്കാം, അത് താങ്കളുടെ അവകാശമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.
ജോസഫാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കേരളത്തോട് ഈ ക്രൂരമായ അവഗണന എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ അല്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ പറയുന്നു, എനിക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാൾ തന്നെയാണ്. എങ്കിലും ഈ വിഷയത്തിൽ ഒരു കാര്യം സാറ് ഒന്ന് ഈ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനം ഒരു ഫെഡറൽ സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരു ദുരിതം ഉണ്ടായി എന്നുള്ള ഒരു നഗ്നസത്യം തന്നെയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരുടെയും നിർദ്ദേശപ്രകാരമല്ല വയനാട് വിസിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തത്. ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടാനുള്ള പൈസ കിട്ടുമെന്നുള്ളതിന് 100% എനിക്ക് വിശ്വാസമുണ്ട്. അത് തരാൻ പറ്റില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കത്ത് ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമുള്ള കത്ത് കൂടിയാണ്. മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല എന്നും മാത്രമേ പറയുന്നുള്ളൂ. അല്ല, അതിൽ പറയുന്നത് ഇതിനു വേണ്ടിയുള്ള പ്രത്യേക പണം നൽകാനാവില്ല സാറേ. അതാണ് അണ്ടർലൈൻ. പ്രത്യേക പണം തരില്ല എന്നാണ്. മഹാദുരന്തം എന്ന വാക്ക് ഒരു പണവും തരുന്ന കാര്യം പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമെടുത്ത് ചെലവഴിച്ചോളാനാണ് പറയുന്നത്. സാറ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കത്താണ്. കേരളം തന്നിരിക്കും. ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. തരണം, തന്നേ പറ്റൂ. അങ്ങനെ തരാതെ പോകാൻ പറ്റില്ല. നാളെ സാറ് പ്രധാനമന്ത്രി ആയാലും സാറ് തന്നിരിക്കും. അത് വിട്ടേരും. എന്തായാലും നാം തൽക്കാലം അത്ര കാര്യങ്ങളൊന്നും ആലോചിക്കണം. നമുക്ക് ഇപ്പോൾ മേടിക്കാനുള്ള പണം മേടിക്കാൻ എന്ത് വഴിയെന്നത് ആലോചിക്കാം. സംവിധാനത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിന് കിട്ടാനുള്ള പൈസ കിട്ടും. പക്ഷെ അത് കൃത്യമായി നമ്മൾ ചോദിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റമാണ്. ചോദിക്കേണ്ട രീതിയിൽ അല്ല എന്ന് ചോദിച്ചെങ്കിൽ അതിന് ഉത്തരം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ചോദിച്ച രീതി ശരിയല്ല. നിങ്ങളുടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. പ്രഖ്യാപിക്കണമെന്നാണ് ഇവിടുത്തെ റവന്യൂ ഇത് അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ആ കത്തിന്റെ വിശദമായ കുറിപ്പുകളുണ്ട്. താങ്കൾ അതെടുത്ത് വായിച്ചു നോക്കും. ടിവിയിൽ പ്രസിദ്ധീകരിക്കും. ഞങ്ങൾ വായിക്കട്ടെ. അത് എല്ലാത്തിലും ഉണ്ട്. ഞങ്ങളുടെ സൈറ്റിലുണ്ട്. ഒരുവിധപ്പെട്ട കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെയും ചാനലുകളുടെ സൈറ്റിലെല്ലാം വിശദമായി നൽകിയിട്ടുണ്ട്. എല്ലാവരും സൈറ്റ് സന്ദർശിച്ചു. പത്രമല്ല വായിക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അങ്ങനെ അഭിപ്രായത്തിൽ നിൽക്കാം. നമുക്ക് ജോർജ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ ജോർജ്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ നമ്മുടെ ഈ വാർത്തയുടെ തലക്കെട്ടായി കാണുന്നത് ഇത് ദേശീയ ദുരന്തം അല്ലേ എന്നാണല്ലോ. അതെ സാറ് കുറച്ചു മുമ്പ് വേറൊരു പ്രേക്ഷകനോട് പറഞ്ഞു ഞങ്ങൾ വാർത്തയാണ് നൽകുന്നത് എന്ന്. അപ്പോൾ ഈ ദേശീയ ദുരന്തം എന്നൊരു ദുരന്തമുണ്ടോ സാറേ? ഉണ്ടല്ലോ. എന്താണ് അതിന്റെ മാനദണ്ഡങ്ങൾ? കൃത്യമായ മാനദണ്ഡം കേന്ദ്ര സർക്കാർ വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിന്റെ തീവ്രതയൊക്കെ അനുസരിച്ച് അത്തരം മാനദണ്ഡങ്ങളിൽ പല ഘട്ടത്തിലും ഇളവ് വരുത്തുകയും മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ദുരന്തങ്ങൾക്ക് വലിയ സഹായമായി കേന്ദ്ര സർക്കാർ എത്തിയിട്ടുമുണ്ട്. UPA ഭരണകാലത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനല്ലേ ലോക്സഭയിൽ അറിയിച്ചത് അങ്ങനെ ഒരു ദുരന്തം ഇല്ല, ദേശീയ ദുരന്തം ഇല്ല എന്ന്? അത് സാങ്കേതികമായ ചില പദപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് ശ്രീ ജോർജ്. ഓരോ ദുരന്തത്തിനും ഓരോ പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ കണക്കിലുള്ള വരുന്നതാണെങ്കിൽ അതിന് ഇത്ര തരത്തിൽ പണം അധികമായി നൽകാം. അങ്ങനെ ഓരോ രീതിയിലാണ്, അല്ലാതെ എല്ലാത്തിനും ഓരോ തരത്തിലുള്ള പണം നൽകുന്നത്. പണം നൽകണതല്ല. ഈ പ്രോഗ്രാമില് ഇപ്പോ ടിവിയിൽ എഴുതി കാണിക്കുന്നത് ദേശീയ ദുരന്തമല്ലേ എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിന്റെ ആവശ്യം അതായിരുന്നു. കേരളം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിന് ആനുപാതികമായ സാമ്പത്തിക സഹായം നൽകണം. EP ജയരാജൻ പറഞ്ഞ പോലല്ലേ ഇപ്പൊ ഇല്ലാത്ത ബുക്കിനെ കുറിച്ച് പറയുന്ന പോലെ അല്ലേ അത്? അങ്ങനെയല്ല ശ്രീ ജോർജ്, ഇതില്ലാത്ത ബുക്കിനെ കുറിച്ച് പറയുന്നത് പോലെയല്ല. കേരളം ആവശ്യം ഉന്നയിച്ചതാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് കേരളത്തിന് പണം നൽകേണ്ടതാണ്. ആ പ്രതീക്ഷയിലാണ് നിന്നതും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ അത്തരം സാങ്കേതികതയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സമാനതകളില്ലാത്തൊരു മഹാദുരന്തം. ഏകദേശം 300-ലേറെ ആളുകളുടെ മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഒരു ദുരന്തം. അവരുടെ ഉപജീവന മാർഗവും സ്വത്തും സമ്പാദ്യങ്ങളും വീടുകളും ഒഴിച്ചുപോയ ഒരു മഹാദുരന്തം. ഇത് സമാനതകളില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ഒരു നാട്ടിൽ, ഒരു ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള സഹായം നൽകുകയില്ല എന്ന് പറയുന്നത് എത്രമാത്രം തെറ്റാണ്, എത്രമാത്രം അതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നമുക്ക് ഇത്രമാത്രം ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾ ഇത് ഒരു ദുരന്തമായി കാണുന്നില്ല എന്നത് വളരെ ദുഃഖകരവും ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. ഈ പ്രതിഷേധത്തിന് കേരള നാട് ഒന്നടങ്കം തുനിയണം, ഇറങ്ങണം.
എന്നിട്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും ചേരുന്നത്. ശ്രീ രാജൻ, ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പുള്ളി പറഞ്ഞൊരു ചെറിയ തെറ്റുണ്ട്. 300 പേരല്ല 600 പേരാണ് മരിച്ചത്. 3000 വീട് ഒഴുകിപ്പോയി. എന്നിട്ട് ഒരുപാട് ആൾക്കാരെ ഇവിടെ നാശനഷ്ടങ്ങൾ വന്നു. പക്ഷെ അതൊന്നും ദേശീയ ദുരന്തമല്ല. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് പിന്നെ ആന്ധ്രാപ്രദേശാണ്. 41,000 രൂപ കൊടുത്തു. കാരണം കസേരയുടെ കാല് ചിലപ്പോൾ പുറകിൽ നിന്ന് ഒടിഞ്ഞ് താഴെ വീണ അതൊരു ദേശീയ ദുരന്തമാകും. പിന്നെ ബീഹാറിന് കൊടുത്തു 32,000 കോടി. അത് കസേരയുടെ ഫ്രണ്ടിലെ കാല് ഒടിഞ്ഞാൽ അതൊരു ദേശീയ ദുരന്തമാകും. അപ്പൊ അതൊക്കെ ദേശീയ ദുരന്തമായിട്ട് പറഞ്ഞാൽ പുള്ളി ചെയ്ത വലിയൊരു ഉപകാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പുള്ളിയുടെ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്, വലിയ കട്ടൗട്ട്, കോട്ടും സൂട്ടും താടിയൊക്കെ വളർത്തി. അതേ നോക്കിയാൽ മതി, ആൾക്കാർ രക്ഷപ്പെടും സാറേ. എനിക്ക് അതേ പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. തിരുവനന്തപുരത്തു നിന്നും ശ്രീ ശരത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശരിക്കും ഇത് വയനാട് ദേശീയ ദുരന്തം തന്നെയാണ്. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. അപ്പോ അവിടെ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് സംഭവിച്ച കാര്യം, ബാങ്കിൽ നിന്ന് അവർക്ക് ജപ്തി നോട്ടീസ് വരെ അയച്ച സംഭവം ഉണ്ടായി. ഇത്രയും പേര് ബുദ്ധിമുട്ട് താമസിക്കുന്നു. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി കൂടി ചേരുന്നുണ്ട്. ശ്രീ ശിവജി, ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലേക്ക് അർഹമായ സഹായം നൽകേണ്ടതല്ലേ? ഞാൻ വ്യത്യസ്തനൊന്നുമല്ല, സാധാരണ റബ്ബറോട്ടുകാരനാ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് അർഹതപ്പെട്ടതെല്ലാം കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത് കിട്ടേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള അറിയാം. നിങ്ങൾ പത്രക്കാർ ഞങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഒരുപാട് പൈസ സന്മനസ്സുകൾക്ക് സംഭാവനയായിട്ട് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഏകദേശം 1000 കൂടുതൽ വീടുകൾ വച്ചു കൊടുക്കാമെന്നും ജനങ്ങൾ ഏറ്റിട്ടുണ്ട്. അതിന് ഈ വരട്ടെ, കേന്ദ്രത്തിന്റെ വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മുൻകൈ എടുത്ത അത് കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഒരു സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടയാളെ നാട്ടുകാർ ചിലപ്പോൾ പിരിവിട്ടുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുകയും അയാൾക്ക് ചികിത്സാ ചെലവൊക്കെ നടത്തും. അതുകൊണ്ട് അയാൾക്ക് ഇൻഷുറൻസ് തുക ഉണ്ടെങ്കിൽ അത് കൊടുക്കണ്ട എന്നാണോ? അത് വേണ്ടെന്നല്ലോ ഞാൻ. അപ്പൊ അത് തന്നെയല്ലേ കേന്ദ്രം ന്യായമായും തരേണ്ട തുകയല്ലേ? ആ തുക നമുക്ക് തരണം എന്നുള്ളതല്ലേ ആവശ്യപ്പെടേണ്ടത്? കേരളം എന്ത് ചെയ്യുന്നു എന്ന് അവർ നോക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ സന്മനസ്സുള്ള ജനങ്ങൾ അങ്ങനെ പല സഹായങ്ങളും ചെയ്യും. ഉള്ളത് വെച്ച് പോലും കൊടുക്കാൻ തയ്യാറാതെ അത് നമ്മുടെ ചോദ്യം അതാണ്. നമ്മുടെ ചോദ്യം കേരളത്തിന് അർഹതപ്പെട്ട പണം എന്തുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്നതല്ലേ? ആ വീടുകൾ വെച്ച് കൊടുക്കാമെന്നും ജനങ്ങൾ പറഞ്ഞിട്ടും അത് ഇങ്ങേരെ ഒരിക്കലും അനുസരിക്കുന്നില്ല. ഇങ്ങേരെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇത് താമസിപ്പിച്ച് കുറെ കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ വരച്ച വരയാക്കി മാറ്റുക എന്നാണ്. ശിവജി, അത് അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന പണവും കേരളത്തിലെ ജനങ്ങൾ സഹായിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അത് സംഭവിച്ചു. പക്ഷേ കേന്ദ്രം തരേണ്ട പണം തരാത്തതിനെ കുറിച്ച് താങ്കൾ എന്താണ് മിണ്ടാത്തത്? ഈ രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? ഇക്കാര്യത്തിൽ കേരളത്തോട് മറ്റു സംസ്ഥാനങ്ങളോട് ഇങ്ങനെയല്ലല്ലോ നയം സ്വീകരിക്കുന്നത്. അതെ, നമ്മളെല്ലാം ഈ 28-29 സംസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടെ അവിടെ ഒന്നും 10 സംഭാവന ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മലയാളിയുടെ മെച്ചമാണ്. മലയാളിയുടെ മെച്ചമാണ്. ഒരു അപകടം ഉണ്ടായാൽ മലയാളികൾ മറ്റെല്ലാം മറന്ന് ഒന്നിക്കും. അവർ കയ്യിലിരിക്കുന്ന അവസാനത്തെ സമ്പാദ്യം വരെ എടുത്തു കൊടുക്കും. നമ്മൾ ഷിരൂരിലുണ്ടായ സംഭവത്തിൽ തന്നെ എത്രത്തോളം നമ്മൾ ദുഃഖിച്ചു. ശരി, ഓക്കെ. താങ്കൾ ഈ ദുഃഖത്തെ കുറിച്ച് പറയുന്നതല്ലാതെ കേന്ദ്രം തരാത്തതിനെ കുറിച്ച് മിണ്ടാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ആദ്യ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോ മോഡിയല്ല ആരാ അവിടെ ഇരിക്കുന്നെങ്കിലും, BJPയുടെ ആരാ അവിടെ ഇരുന്ന് ഭരിക്കുന്നെങ്കിലും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു കൂടി ചേരുന്നുണ്ട്. ശ്രീ ദീപു, താങ്കളുടെ ഫ്ലോ ഒന്നും കളയുന്നില്ല. 1 മിനിറ്റ് കഴിയാതെ ഇടപെടുത്തുമില്ല. താങ്കൾ പറഞ്ഞോളൂ. അതെന്തായാലും നന്നായി. അതെ, പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും പണം കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിലൂടെയാണ് ഈ പണമെല്ലാം സ്വരൂപിച്ചിട്ടുള്ളത്. അതിനകത്ത് കാലണ ഈ BJPക്കാർ ഒരെണ്ണം പോലും കൊടുത്തു കാണില്ല. BJP മനസ്സുള്ള കോൺഗ്രസ്സുകാരും കൊടുത്തു കാണത്തില്ല. ഈ നാട്ടിലെ ജനങ്ങൾ, കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ കൊടുത്ത കാശ് അതെങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരുകൊണ്ട് കേസ് കൊടുക്കുന്നേ. ഇവർ കേസ് കൊടുത്തത് തെളിയിക്കട്ടെ. ഇനി ഈ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഈ പറയുന്ന ദേശീയ ദുരന്തം ഏതാണ്, അതിന്റെ ഫോർമാലിറ്റീസ് എന്താണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്നുള്ളതിനപ്പുറം L3 എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതാണല്ലോ ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ ഉൾപ്പെടാൻ പാകത്തിലുള്ള ദുരന്തമായിരുന്നില്ലേ BJPക്കാരെ, കോൺഗ്രസ്സുകാരെ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ?
ഈ മനുഷ്യന്മാരുടെ മൃതദേഹങ്ങൾ അടി കിടക്കയില്ലേ? എത്രത്തോളം ജനങ്ങളാണ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ അവിടെ ചെയ്തത്? ഇത് നിങ്ങൾക്ക് ദേശീയ ദുരന്തമായിട്ട് കാണാൻ കഴിയുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾക്ക് ഈ പണം തരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് നിലനിൽക്കുന്നില്ല. പണം നൽകുന്നതെല്ലാം BJP-ക്കാരും നൽകുന്നില്ല, കോൺഗ്രസ്സുകാരും നൽകുന്നില്ല എന്ന് പറയുന്നതിൽ ഒന്നും കാര്യമില്ല. എല്ലാ മനുഷ്യരും, എല്ലാ പാർട്ടിയിലെ മനുഷ്യരും ഒക്കെ പണം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ്സുകാരെന്ത് വിളിച്ചു കേന്ദ്രം പണം നൽകാത്തതിന്? അവരെ പറയുന്നത് എന്തിനാണ്? BJP പറയുന്നതിനകത്ത് കാര്യമുണ്ട്, അവർ ഭരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് അവരുടെ പ്രതിപക്ഷ പാർട്ടിയല്ലേ, അവിടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ? ഇത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ശരി, ഓക്കെ. എന്തായാലും മറ്റു പ്രേക്ഷകരുടെ ഇടുക്കിയിൽ നിന്നും റിനീഷാണ്. റിനീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു നടപടി കേരളത്തോട് സ്വീകരിച്ചത് ശരിയാണോ? ഇത് ഒരു കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പറഞ്ഞിട്ട് വരുന്ന ഇതല്ലല്ലോ. ഇതൊരു ദുരന്തം ഉണ്ടാകുന്ന പറയാൻ നാട് ഒട്ടാകെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഇതല്ലേ. ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ വന്നപ്പോ കക്ഷി പറഞ്ഞത് കോൺഗ്രസ്സുകാർ കൊടുത്തില്ല, CPM കൊടുത്തില്ലെന്ന്. അതുപോട്ടെ, അദ്ദേഹത്തോട് ഞാൻ മറുപടി പറഞ്ഞല്ലോ. അത് ഓരോരുത്തർ അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് പറയും. മറ്റേ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അവരുടെ കാര്യം ഇതിനകത്ത് വന്ന് കണ്ടിട്ട് പോയതാണല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രി, എല്ലാരും ആണല്ലോ. ഇത് അന്നേരം ഇത് അവർക്ക് അവിടെ വെച്ച് തന്നെ ഇത് എടുക്കേണ്ട, ഇത് എത്ര രൂപയാന്ന്, ഇതല്ല എത്ര കോടിയാ ചെലവാകണ്ടേന്ന് അവർക്കൊരു ഉദ്ദേശമില്ലേ സാറേ? ഇതൊന്ന് കണ്ടു ഇത് ഈ നാട്ടിൽ മാത്രമുള്ളല്ലോ ഇത് സാറേ. ഞാൻ സാറിന് ഇനി മുന്നോട്ട് BJP എന്ന് പറയുന്ന സാധനം ഭരണത്തിൽ കയറി വരാൻ പോകുന്നു. അത് ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചെയ്തു വെക്കുന്ന വേല കാരണം ശരി, ഓക്കെ. എന്തായാലും നമുക്ക് തൽക്കാലം അത്തരം രാഷ്ട്രീയത്തിലേക്കൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ചേലക്കരയിൽ നിന്നും ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ചേലക്കരയിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഒപ്പം തെരഞ്ഞെടുപ്പ് നടന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് മുമ്പാണ് ഈ കത്ത് എഴുതിയത്. 10-ാം തീയതിയാണ്. പക്ഷേ ആ കത്ത് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പുറത്തുവിടാതെ, ആ മെയിൽ പുറത്തുവിടാതെ ഇരിക്കുകയായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു ദുരിതം ഉണ്ടായിട്ട് നമ്മുടെ ഇവിടുന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, അവർ പോലും ഇതിനു വേണ്ടിയിട്ട് യാതൊരു നടപടിയും ചെയ്തിട്ടില്ല. അത് നമ്മളെ സാറേ, നമുക്കിപ്പോ ഈ 14 ജില്ലയുണ്ടല്ലോ, ഇനി 13 ജില്ലകളും ഒരുമിച്ചെന്നുകൊണ്ട് ആ വയനാടിനെ സഹായിക്കാൻ പറ്റില്ലേ? ആര് സഹായം തന്നെ? ഞാൻ എന്തൊരു സഹായിക്കാന്നുള്ളതല്ലോ വിഷയം. നമുക്ക് അർഹതപ്പെട്ട പണം നമുക്ക് ലഭ്യമാകണ്ടേ? ഇത്രയും ദുരിതം ഉണ്ടായിട്ട് കാണാൻ കഴിയാത്ത കണ്ണുകൾ ഇനി തുറക്കും തോന്നുന്നുണ്ടോ സാറേ? തുറക്കേണ്ടതല്ലേ? നമ്മുടെ കൂടി നികുതി പണം എടുത്തല്ലേ ഈ ചെലവുകളൊക്കെ നടക്കുന്നത്. കേരളം കൂടി നികുതി നൽകേണ്ടതല്ലേ? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ നികുതി വിഹിതം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. GST പണം നമ്മൾ അടക്കില്ല, തിരിച്ച് കേന്ദ്രത്തിൽ കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കാൻ കഴിയില്ലല്ലോ. അത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ GST കൊടുക്കില്ല തീരുമാനിക്കാൻ കഴിയില്ല. എടുത്തോടെ ഈ പണം നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇതുപോലെ നടപടി എടുത്തോടെ സാറേ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. കണ്ണൂരിൽ നിന്നും ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. സന്തോഷ്, കേൾക്കാമോ? സന്തോഷിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ രഘു ആണ്. ശ്രീ രഘു, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രം ഇങ്ങനെ ഒരു പണം നൽകുമെന്നൊക്കെ കേരളം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രയും മാസങ്ങൾ വൈകി ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണമൊന്നുമില്ല, കയ്യിലിരിക്കുന്ന പണം എടുത്ത് നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന്. രഘുനന്ദനൻ, തിരുമുല്ലവാരം, കൊല്ലം. ശരി, ഓക്കെ, പറഞ്ഞോളൂ. തിരുമുല്ലവാരത്ത് നിന്നും പറഞ്ഞോളൂ. അതായത് കേന്ദ്രം ഇപ്പം അധികാരമേറ്റ സമയത്ത് 2 സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്ത് 2 പാർട്ടിക്കാര് അവർക്ക് വാരിക്കോരി ഇവർ പണം കൊടുത്തു സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് ആ ചെയ്തത്? ഒരു മാനദണ്ഡമില്ല ആ കാര്യങ്ങൾ ചെയ്തതിന്. അതുപോലെ തന്നെ ഇപ്പം സഹായം ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് പറയുന്നത് UPA ഗവൺമെന്റിന്റെ ചില നിയമങ്ങളാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം UPA ഗവൺമെന്റ് ഒക്കെ പോയിട്ട് 10-15 വർഷമായില്ലേ? 10 വർഷം കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഇവർക്ക് ആ നിയമം മാറ്റിക്കൂടെ? അത് തന്നെ, അവരെത്ര ഇപ്പോൾ ഉള്ള അവരുടെ നിയമങ്ങൾ ഏതെല്ലാം അവർ അട്ടിമറിച്ച് നിൽക്കുന്നു. അപ്പൊ ഇതതിന് തടസ്സമാണെന്ന് പറയുന്നു. കൊല്ലത്ത് DYFIക്കാര് കൊല്ലം ജില്ലാ ആശുപത്രിയില് പൊതിച്ചോറ് ഡെയിലി കൊടുക്കുന്നുണ്ട്. ശരി, ഓക്കെ. എന്തായാലും തൽക്കാലം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കണ്ട. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മഹാഭൂരിപക്ഷം പേരും കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാതിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ശരിയായ പ്രവൃത്തിയല്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഉയരണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ചുരുക്കം ചിലരെങ്കിലും അങ്ങനെയല്ല, കേരളത്തിന് പണം കൊടുത്താൽ അത് ശരിയായി ചെലവഴിക്കില്ല എന്നതുകൊണ്ടാണ് എന്നൊക്കെ ചില ന്യായീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന് വേണ്ടിയും BJPക്ക് വേണ്ടിയും ഒക്കെ നിരത്തിയവരുമുണ്ട്. തികച്ചും വ്യത്യസ്തമായ അഭിപ്രായ
പ്രകടനങ്ങളാണ്. രാഷ്ട്രീയ ബന്ധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആ തരത്തിലൊക്കെ അഭിപ്രായം മാത്രം പറയുന്ന പ്രേക്ഷകരടക്കം ഉള്ളതാണ് നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകർ. സ്വാഭാവികമാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങളും. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.